وعلى آل محمد أيها الناس اتقوا الله عباد الله. قال رسول الله صلى الله عليه وسلم من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. ഒരിക്കൽ കൂടി തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. തൊട്ടടുത്ത ദിവസങ്ങളിൽ പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. കഫാറത്ത് എന്നാണ് റസൂലുള്ള റമളാനെ പറ്റി പറഞ്ഞത്. കഫാറത്തുൽ ലിമാ ബൈനഹുമാ. കഴിഞ്ഞ റമളാൻ മുതൽ ഈ റമളാനിടയ്ക്ക് അവശേഷിക്കുന്ന ചെറുപാപങ്ങളെല്ലാം തന്നെ മായ്ച്ചു കളയുവാൻ പറ്റിയ കഫാറത്തിൻ്റെ സമയം എന്നാണ്. അതുകൊണ്ട് ആ കഫാറത്തിൻ്റെ സമയം നമ്മൾ ലാഭകരമാക്കി മാറ്റാൻ ശ്രമിക്കുക. ധാരാളം പോരിശകളുണ്ട്. നമ്മൾ ഹദീസ് എടുത്ത് പരിശോധിച്ചാൽ ഒരു 13ഓളം പോരിശകൾ റമളാനുമായി ബന്ധപ്പെട്ട ഖുർആനിലും ഹദീസിലും വന്നതായിട്ട് കാണാം. എല്ലാം കൂടെ ഞാൻ പറയുന്നില്ല. ഒന്ന്, അത് ഇസ്ലാം കാര്യത്തിൽ പെട്ടതാണ്. മറ്റൊന്ന്, ഖുർആൻ ഇറക്കപ്പെട്ടത്. 3, ലൈലത്തുൽ ഖദ്ർ ഉള്ളത്. 4, പാപമോചനമുള്ളത്. മറ്റൊന്ന്, നരകത്തിൻ്റെ അടക്കപ്പെടുകയും സ്വർഗം തുറക്കപ്പെടുകയും ചെയ്യുക, അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു പടി ഇനിയുണ്ട്. പോരിഷുള്ള സമയമാണ്. ആ സമയമാണ് നമുക്ക് ലാഭകരമാക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചൊവ്വാൽ 1 ആ പ്രത്യേകത അല്ല, ശഅബാൻ 29-നും 30-നും ആ പ്രത്യേകത അല്ല. നിലാവ് കണ്ടത് മുതൽ ഒന്നുകിൽ അടുത്ത നിലാവ് കാണുന്നത് വരെ, അതല്ലെങ്കിൽ 30 തികയുന്നത് വരെ ആ പോരിഷുള്ളത്.